സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് ഷാമയും അമൃതയും കൂടി ചേർന്ന് രാധികയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയം അമൃത പറയണേണ്, ഐശ്വര്യ ഷാമയുടെ സ്വത്തുക്കളൊക്കെ ഇത്രയും നാൾ കൈകാര്യം ചെയ്തല്ലോ, ഇപ്പോഴും ഷാമയോട് പോലും ചോദിക്കാതെ ഓരോ സ്വത്തുവകകളെ വിട്ടു തുലക്കാനല്ലേ ഐശ്വര്യ നോക്കുന്നത്? അതൊക്കെ ഇനിയും കണ്ടില്ലെന്ന് നടിച്ച് വിട്ടുകളയാനാണോ ഷാമയുടെ തീരുമാനം? ഷാമ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തുക്കളെല്ലാം രാധിക മോൾക്ക് വേണ്ടിയിട്ടല്ലേ, അതിങ്ങനെ അന്യാധീനപ്പെട്ടു പോകട്ടെ എന്ന് തന്നെയാണോ ഷാമയെ വിചാരിക്കുന്നത്? ഈ സ്വത്തുക്കളുടെയൊക്കെ കാര്യത്തിൽ ഒരു തീർപ്പ് വേണ്ടേ? എന്താ അങ്ങനെയല്ലേ വേണ്ടത്? അന്നേരം ശ്യാമ പറയണേ, അതേ അമൃതെടുത്തി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ഉണ്ടാക്കിയത്? എല്ലാം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം അവളുടെ പേരിലാക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ചെയ്യണം. അങ്ങനെ പറഞ്ഞ സ്വത്തുക്കളെല്ലാം രാധികയുടെ പേരിലാക്കാൻ തീരുമാനിക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് സോണിയ രാധികയും കൂട്ടി ഐശ്വര്യയെ കാണാനായിട്ട് ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇതാണ് മോളുടെ അമ്മ താമസിക്കുന്ന വീട്, മോള് വാ എന്നും പറഞ്ഞ് സോണിയ രാധികയും കൂട്ടി മുകളിൽ ഐശ്വര്യയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം മുകളിലെത്തുന്ന രാധിക കാണുന്നത് കസേരയിൽ സങ്കടത്തോടെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യനെയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്